അമൃത് വേണി ഹെയർ എലിക്സർ പ്രസൻസ് ഡെയിലി ന്യൂസ് സായാഹ്ന വാർത്തകൾ പവേർഡ് ബൈ പുളിമൂട്ടിൽ സിൽക്സ് KSFE. എന്താ ഒരു മൂഡ് ഓഫ്? ഇപ്പൊ മുടി വല്ലാതെ കൊഴിയുന്നുണ്ട്, അതാ തോന്നുന്നു. ഈസ്ട്രജന്റെയും വൈറ്റമിൻ ഡിയുടെയും കുറവാണ് മിക്ക സ്ത്രീകളുടെയും മുടി കൊഴിച്ചിലിന്റെ പ്രധാന കാരണം. അമൃത് വേണി ഹെയർ എലിക്സർ ഫോർ വിമൻ സ്ത്രീകളുടെ മുടിയുടെ വളർച്ചയ്ക്കും ശക്തിക്കും അത്യാവശ്യമായ ഹെർബൽ ഈസ്ട്രജനാലും വൈറ്റമിൻ ഡിയാലും സമ്പുഷ്ടമാക്കിയതാണ് അമൃത് വേണി ഹെയർ എലിക്സർ ഫോർ വിമൻ. നമസ്കാരം, ഞാൻ പ്രവീജ വിനീത്. ഡെയിലി ന്യൂസിന്റെ സായന്ന വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് നവംബർ 18 തിങ്കളാഴ്ച. വിവാദങ്ങൾക്കും ട്വിസ്റ്റുകൾക്കുമൊടുവിൽ സംസ്ഥാനം ഏറെ ചർച്ച ചെയ്യപ്പെട്ട ഉപതെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ഇന്ന് പാലക്കാട് കൊട്ടിക്കലാശം. നാളെ നിശബ്ദ പ്രചാരണം, മറ്റന്നാൾ വോട്ടെടുപ്പ്. നവംബർ 23 വോട്ടെണ്ണൽ. കൊട്ടിക്കലാശ ദിനത്തിലും ഇരട്ട വോട്ട് വിവാദത്തിൽ പാലക്കാട് വാദപ്രതിവാദങ്ങൾ ഉയരുകയാണ്. ഇരട്ട വോട്ടുള്ളവർ വോട്ട് ചെയ്യാനെത്തുമ്പോൾ ഫോട്ടോ പകർത്തുമെന്ന് ജില്ലാ കളക്ടർ ഡോക്ടർ എസ് ചിത്ര പറഞ്ഞു. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ മൊബൈൽ ആപ്പിൽ ഈ ചിത്രം അപ്ലോഡ് ചെയ്യുമെന്നും സത്യവാങ്മൂലം എഴുതി വാങ്ങുമെന്നും കളക്ടർ വ്യക്തമാക്കി. ഇവർ മറ്റേതെങ്കിലും ബൂത്തിൽ വീണ്ടും വോട്ട് ചെയ്യാൻ ശ്രമിച്ചാൽ നിയമ നടപടി സ്വീകരിക്കുമെന്നും പാലക്കാടിന് പുറമെ മറ്റേതെങ്കിലും നിയോജകമണ്ഡലത്തിൽ വോട്ടുള്ളവരുടെ പേര് പാലക്കാട്ടെ പട്ടികയിൽ നിലനിർത്തുമെന്നും ഇവരുടെ മറ്റു മണ്ഡലങ്ങളിലെ വോട്ട് ഒഴിവാക്കുമെന്നും കളക്ടർ കൂട്ടിച്ചേർത്തു. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാലും ഇരട്ട വോട്ടിൽ നിയമപോരാട്ടം നടത്തുമെന്ന് പാലക്കാട് CPM ജില്ലാ സെക്രട്ടറി പറഞ്ഞു. BLOമാരുടെ ഭാഗത്താണ് പിഴവുണ്ടായതെന്ന് കുറ്റപ്പെടുത്തിയ K. സുരേന്ദ്രൻ CPM ഇപ്പോൾ വിലപിച്ചിട്ടെന്താണ് കാര്യമെന്നും ചോദിച്ചു. ഇരട്ട വോട്ടിൽ ആദ്യം പരാതി ഉന്നയിച്ചത് തങ്ങളാണെന്ന് UDF സ്ഥാനാർത്ഥി രാഹുൽ മാങ്കൂട്ടത്തിലും പ്രതികരിച്ചു. പാലക്കാട് കൊട്ടിക്കലാശമായപ്പോഴേക്കും UDF ആവേശക്കൊടുമുടിയിലാണെന്നും ഇതുവരെ കണ്ടതിൽ ഏറ്റവും മികച്ച ടീം വർക്ക് നടത്തിയ UDF പ്രവർത്തകരോട് നന്ദി പറയുകയാണെന്നും പ്രതിപക്ഷ നേതാവ് VD സതീശൻ. പാലക്കാട് രാഹുലിന്റെ ഭൂരിപക്ഷം 15,000 കടക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ഉപതെരഞ്ഞെടുപ്പ് സർക്കാരിന്റെ വിലയിരുത്തലാകുമെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ LDF ചരിത്ര വിജയം നേടുമെന്നും ചേലക്കരയിൽ LDF മികച്ച വിജയം നേടുമെന്നും വയനാട് നില മെച്ചപ്പെടുത്തുമെന്നും പറഞ്ഞ ഗോവിന്ദൻ പാലക്കാട് ഭൂരിപക്ഷ ന്യൂനപക്ഷ വർഗീയവാദികൾ LDFനെതിരെ പ്രവർത്തിക്കുകയാണെന്നും വ്യക്തമാക്കി. മുഖ്യമന്ത്രിയുടെ പാണക്കാട് തങ്ങൾക്കെതിരായ പരാമർശം പാർട്ടിയുടെ മുൻ നിലപാടാണെന്നും ലീഗ് വർഗീയ ശക്തികളുടെ തടങ്കലിലാണെന്നും പാണക്കാട് തങ്ങൾ രാഷ്ട്രീയ പാർട്ടികളുടെ നേതാവാണെന്നും തങ്ങളെ വിമർശിക്കാൻ പാടില്ല എന്ന് പറയുന്നത് അംഗീകരിക്കാനാകില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കോൺഗ്രസിൽ ചേരുന്ന പ്രാദേശിക നേതാവ് പോലും പാണക്കാട് തങ്ങളെ കാണണം എന്ന നിലയിലേക്ക് നാട് മാറിയെന്നും എന്തുകൊണ്ട് മറ്റ് സമുദായ നേതാക്കളെ കാണുന്നില്ലെന്നും BJP സംസ്ഥാന പ്രസിഡന്റ് K. സുരേന്ദ്രൻ. കോൺഗ്രസിൽ ചേരുന്നവർ എന്തുകൊണ്ട് ക്രൈസ്തവ സഭാ മേലധ്യക്ഷന്മാരെ കാണുന്നില്ലെന്നും വെള്ളാപ്പള്ളി സുകുമാരൻ നായർ എന്നിവരെ കണ്ട് അനുഗ്രഹം വാങ്ങുന്നില്ലെന്നും അദ്ദേഹം ചോദിച്ചു. പാലക്കാട്ടെ കോൺഗ്രസ് മുൻപെല്ലാവരെയും ഉൾക്കൊണ്ട കോൺഗ്രസ് ആയിരുന്നുവെന്നും ഇന്ന് ഷാഫിയും സതീശനും കോൺഗ്രസിനെ ഒരു കൂട്ടരുടെ ആലയിൽ കെട്ടിയെന്നും സുരേന്ദ്രൻ വിമർശിച്ചു. കള്ളപ്പണത്തിന്റെ മുകളിലിരിക്കുന്ന താപസനാണ് K. സുരേന്ദ്രനെന്നും അങ്ങനെയുള്ള ആളാണ് തന്നെ ശപിച്ചതെന്നും പ്രതിപക്ഷ നേതാവ് VD സതീശൻ. VD സതീശനെ കണ്ടകശനിയാണെന്നും അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നതെന്നുമായിരുന്നു K. സുരേന്ദ്രന്റെ പരിഹാസം. മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ സാദിഖ് അലി ശിഹാബ് തങ്ങൾക്കെതിരെയുള്ള മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പ്രസ്താവനയ്ക്കെതിരെ മുസ്ലിം ലീഗ് നേതാവ് KM ഷാജി. പാണക്കാട് തങ്ങളുടെ മെക്കിട്ട് കയറാൻ വന്നാൽ കയ്യും കെട്ടി നോക്കി നിൽക്കില്ലെന്നും പിണറായി വിജയൻ സംഖ്യയാണെന്നും KM ഷാജി വിമർശിച്ചു. പാണക്കാട് തങ്ങളെ ആളാക്കാൻ മുഖ്യമന്ത്രി വരേണ്ടെന്നും ചന്ദ്രികയിലെ മുഖപ്രസംഗത്തിൽ ഷാജി പറഞ്ഞു. ബാബറി മസ്ജിദ് തർക്കത്തിനെക്കുറിച്ച് ചോദിക്കുമ്പോൾ ജാംബവാന്റെ കാലത്തെ രാഷ്ട്രീയം പറയേണ്ടതില്ല എന്നാണ് KPCC പ്രസിഡന്റ് K. സുധാകരൻ പറയുന്നതെന്നും ഇതാണോ കോൺഗ്രസിന്റെ നിലപാടെന്നും ധനകാര്യമന്ത്രി KN ബാലഗോപാൽ ഫേസ്ബുക്ക് കുറിപ്പിൽ ചോദിച്ചു. ബാബറി മസ്ജിദിന്റെ മിനാരങ്ങൾ RSSുകാർ തകർത്തത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം പ്രസക്തമല്ലാത്ത വിഷയമാണോ എന്നും അദ്ദേഹം ചോദിച്ചു. ഉജ്ജ്വലമായ മതേതരത്വത്തിന്റെ മാതൃക പുലർത്തുന്നയാളാണ് പാണക്കാട് തങ്ങളെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. മുഖ്യമന്ത്രിയുടെയും സുരേന്ദ്രന്റെയും ഒരേ ശബ്ദമാണെന്നും ഇവർ ഭൂരിപക്ഷ വർഗീയത ഉണ്ടാക്കാൻ ശ്രമിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. ഭരണത്തിന്റെ വിലയിരുത്തലാകും ഈ ഉപതെരഞ്ഞെടുപ്പ് എന്ന് പറയാൻ മുഖ്യമന്ത്രിക്ക് ധൈര്യമുണ്ടോയെന്നും
പ്രതിപക്ഷത്തിന്റെ വിലയിരുത്തലാകുമെന്ന് പറയാൻ ഞങ്ങൾക്ക് ആത്മവിശ്വാസക്കുറവില്ലെന്നും സന്ദീപ് വാര്യർ കോൺഗ്രസിൽ വന്നതിന് മുഖ്യമന്ത്രിക്ക് എന്തിനാണ് അസ്വസ്ഥതയെന്നും വി.ഡി. സതീശൻ ചോദിച്ചു. മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ സാദിഖ് അലി ശിഹാബ് തങ്ങൾക്കെതിരെയുള്ള മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പരാമർശം പൊളിറ്റിക്കൽ അറ്റാക്ക് അല്ലെന്നും ഇടയ്ക്കിടെ ഉള്ളിലെ സംഖ്യ പുറത്തേക്ക് വരുന്നതാണെന്നും പാലക്കാട്ടെ യു.ഡി.എഫ് സ്ഥാനാർത്ഥി രാഹുൽ മാങ്കൂട്ടത്തിൽ. PR ഏജൻസികൾ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന പിണറായി വിജയനിലെ സംഖ്യ ഇടയ്ക്ക് പുറത്തേക്ക് വരികയാണെന്നും BJP അധ്യക്ഷൻ കെ സുരേന്ദ്രൻ പറയേണ്ട രീതിയിലുള്ള പ്രതികരണമാണ് പിണറായി പറഞ്ഞതെന്നും രാഹുൽ പറഞ്ഞു. മുനമ്പത്ത് റീസർവേ നടത്തുമെന്നത് ചിലരുടെ ഭാവനാ സൃഷ്ടിയാണെന്ന് മന്ത്രി പി രാജീവ്. 5 മിനിറ്റ് കൊണ്ട് പരിഹരിക്കാവുന്ന പ്രശ്നമാണ് മുനമ്പത്തേതെന്ന് പറയുന്നവർക്ക് വിഷയം വ്യക്തമായി അറിയില്ലെന്നും ഇവിടെ ശാശ്വത പരിഹാരത്തിനാണ് സംസ്ഥാന സർക്കാർ ശ്രമിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. ചർച്ചയ്ക്ക് ശേഷം മാത്രമേ ഇക്കാര്യത്തിൽ പരിഹാരത്തിലേക്ക് പോകാനാവൂവെന്നും മുനമ്പത്ത് നിന്ന് ആളുകളെ ഒഴിപ്പിക്കില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ആനയെയും മോഹൻലാലിനെയും കെ മുരളീധരനെയും എത്ര കണ്ടാലും മലയാളിക്ക് മടുക്കില്ലെന്ന് സന്ദീപ് വാര്യർ. ഏറ്റവും ഇഷ്ടമുള്ള നേതാവാണ് അദ്ദേഹമെന്നും പഴയ പ്രത്യയശാസ്ത്രത്തിന്റെ പേരിൽ മുരളീധരനെ വിമർശിച്ചിട്ടുണ്ടെന്നും എന്നാൽ താൻ ഇപ്പോൾ കോൺഗ്രസുകാരനാണെന്നും മുരളിയേട്ടനും കോൺഗ്രസിനും ഒപ്പം ഇനിയുണ്ടാകുമെന്നും സന്ദീപ് പറഞ്ഞു. ശ്രീകൃഷ്ണപുരത്തെ പരിപാടിയിൽ കെ മുരളീധരനൊപ്പം വേദി പങ്കിട്ട് സംസാരിക്കുകയായിരുന്നു സന്ദീപ് വാര്യർ. CPM പിന്തുണയിൽ കോൺഗ്രസ് വിമതർ വിജയിച്ച ചേവായൂർ സർവീസ് സഹകരണ ബാങ്ക് തെരഞ്ഞെടുപ്പ് റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് ഹൈക്കോടതിയെ സമീപിക്കും. മെഡിക്കൽ കോളേജ് ACPയുടെ നേതൃത്വത്തിലുള്ള പോലീസ് CPM അതിക്രമങ്ങൾ കയ്യും കെട്ടി നോക്കിനിന്നെന്നും വ്യാപകമായി കള്ളവോട്ടുകളും അട്ടിമറിയും നടന്നിട്ടും റിട്ടേണിംഗ് ഓഫീസർ പക്ഷപാതം കാണിച്ചെന്നുമാണ് കോൺഗ്രസിന്റെ പരാതി. ഇന്ത്യയുടെ സ്വന്തം ബഹിരാകാശ നിലയം 2035ഓടെ പൂർണ്ണമായും കമ്മീഷൻ ചെയ്യാനാകുമെന്ന് ഗഗൻയാൻ പ്രോജക്ട് ഡയറക്ടർ ഡോക്ടർ M. മോഹൻ. ആലപ്പുഴയിൽ നടക്കുന്ന സംസ്ഥാന ശാസ്ത്രമേളയിൽ പങ്കെടുക്കവെ വിദ്യാർത്ഥികളുടെ സംശയങ്ങൾക്ക് മറുപടി പറയുകയായിരുന്നു അദ്ദേഹം. സീരിയൽ മേഖലയിൽ സെൻസറിംഗ് ആവശ്യമാണെന്നും തെറ്റായ സന്ദേശങ്ങൾ സമൂഹത്തിലേക്ക് എത്തുന്നുണ്ടെന്നും സംസ്ഥാന വനിതാ കമ്മീഷൻ അധ്യക്ഷ പി സതീദേവി. സീരിയൽ മേഖലയെ ആശ്രയിച്ചു ജീവിക്കുന്ന നിരവധി പേരുണ്ടെന്നും സീരിയൽ രംഗത്തെ സ്ത്രീകളുടെ പ്രശ്നങ്ങൾ കമ്മീഷന്റെ പരിഗണനയിലുണ്ടെന്നും പി സതീദേവി അറിയിച്ചു. മഹിളാ കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷയുടെ പരാതിയിൽ പാലക്കാട് കോൺഗ്രസ് വനിതാ നേതാക്കളുടെ മുറികളിൽ പരിശോധന നടത്തിയ സംഭവത്തിൽ അന്വേഷിച്ച് റിപ്പോർട്ട് നൽകാൻ ആവശ്യപ്പെട്ടുവെന്നും വനിതാ കമ്മീഷൻ അധ്യക്ഷ അറിയിച്ചു. മോൾക്ക് ബർത്ത്ഡേ ഗിഫ്റ്റ് വാങ്ങണ്ടേ? ഷോപ്പിൽ കൊണ്ടുപോയി ഇഷ്ടമുള്ള വാങ്ങിക്കൊടുക്കാം. അപ്പൊ ഏട്ടൻ വരുന്നുണ്ടോ? ഗിഫ്റ്റ് കാർഡ് വരും. അതെ, ഓരോ ചിട്ടിയിലും ഒരാൾക്ക് 5000 രൂപയുടെ ഗിഫ്റ്റ് കാർഡ് സമ്മാനം. മെഗാ സമ്മാനമാണെങ്കിലോ പുതുപുത്തൻ ബെൻസ് കാർ. 2ാം സമ്മാനം ഇന്നോവ ക്രിസ്റ്റ, അതും 17 എണ്ണം. ഇത്തവണ സമ്മാനങ്ങളുടെ നക്ഷത്ര തിളക്കവുമായി KSFE ഗാലക്സി ചിട്ടികൾ. ഗുജറാത്തിലെ മെഡിക്കൽ കോളേജിലെ സീനിയർ വിദ്യാർത്ഥികളുടെ റാഗിങ്ങിനിടെ MBBS 1ാം വർഷ വിദ്യാർത്ഥി മരിച്ചു. ധർപൂർ പതാനിലെ GMERS മെഡിക്കൽ കോളേജിലാണ് സംഭവം. 18 വയസ്സുകാരനായ അനിൽ മെത്താനിയ ആണ് മരിച്ചത്. മംഗളൂരു സോമേശ്വരത്തുള്ള റിസോർട്ടിലെ സ്വിമ്മിംഗ് പൂളിൽ 3 വിദ്യാർത്ഥികൾ മുങ്ങിമരിച്ച സംഭവത്തിൽ 2 പേർ അറസ്റ്റിൽ. ബീച്ച് റിസോർട്ട് ഉടമ മനോഹർ, മാനേജർ ഭരത് എന്നിവരെയാണ് ഉള്ളാൽ പോലീസ് അറസ്റ്റ് ചെയ്തത്. റിസോർട്ടിന്റെ ട്രേഡ് ലൈസൻസും ടൂറിസം പെർമിറ്റും റദ്ദാക്കി. സുരക്ഷാ ക്രമീകരണങ്ങൾ ഇല്ലാതെയാണ് നീന്തൽക്കുളം പ്രവർത്തിപ്പിച്ചതെന്ന് പോലീസ് അന്വേഷണത്തിൽ കണ്ടെത്തിയതിനെ തുടർന്നാണ് നടപടി. മണിപ്പൂരിൽ 2 MLA-മാരുടെ വീടുകൾക്ക് കൂടി ഇന്നലെ വൈകിട്ട് തീയിട്ടുവെന്ന് റിപ്പോർട്ട്. അസമിലെ നദിയിൽ നിന്ന് 2 മൃതദേഹങ്ങൾ കൂടി കണ്ടെത്തി. ഇത് മണിപ്പൂരിൽ നിന്നുള്ളവരുടേതാണെന്ന് കരുതുന്നു. മണിപ്പൂരിലെ സ്ഥിതി വിലയിരുത്താൻ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ നേതൃത്വത്തിൽ ദില്ലിയിൽ ഇന്ന് യോഗം. 2 ദിവസത്തിനിടെ മണിപ്പൂരിൽ 13 MLA-മാരുടെ വീടുകളാണ് ആക്രമിക്കപ്പെട്ടത്. ദില്ലിയിലെ വായു മലിനീകരണത്തിൽ ദില്ലി സർക്കാരിനെ രൂക്ഷമായി വിമർശിച്ച് സുപ്രീംകോടതി. മലിനീകരണം നിയന്ത്രിക്കുന്നതിന് സർക്കാർ എന്ത് നടപടികളാണ് എടുത്തതെന്ന് കോടതി ചോദിച്ചു. ഗ്രേഡഡ് റെസ്പോൺസ് ആക്ഷൻ പ്ലാൻ സ്റ്റേജ് 3 നടപ്പിലാക്കാൻ വൈകിയതിനെ വിമർശിച്ച കോടതി ഇനിയൊരു ഉത്തരവ് ഉണ്ടാകുന്നതുവരെ നിലവിലെ നിയന്ത്രണങ്ങൾ പിൻവലിക്കരുതെന്ന് താക്കീത് നൽകി. വായു മലിനീകരണത്തിൽ ശ്വാസം മുട്ടി ദില്ലി. കാഴ്ചാപരിധി 200 മീറ്ററിൽ താഴെയായി കുറഞ്ഞു. ഇന്ന് പലയിടങ്ങളിലും രേഖപ്പെടുത്തിയ വായു ഗുണനിലവാര സൂചിക 700-നും മുകളിലാണ്. മലിനീകരണ തോത് അപകടാവസ്ഥയിലെത്തിയതോടെ ഗ്രേഡഡ് റെസ്പോൺസ് ആക്ഷൻ പ്ലാൻ സ്റ്റേജ് 4 ആണ് ഇന്നു മുതൽ ദില്ലിയിൽ നടപ്പിലാക്കുന്നത്. അണ്ണാ DMK-യുമായി സഖ്യചർച്ച നടത്തിയെന്ന റിപ്പോർട്ടുകൾ അടിസ്ഥാനരഹിതമെന്ന് നടൻ വിജയ് അധ്യക്ഷനായ
തമിഴക വെട്രി കഴകം. മാധ്യമങ്ങളിലെ വ്യാജ പ്രചാരണം അവഗണിക്കണമെന്ന് വിജയ് നിർദ്ദേശിച്ചതായി TVK വാർത്താക്കുറിപ്പിറക്കി. ജാർഖണ്ഡിലും മഹാരാഷ്ട്രയിലും നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള പരസ്യപ്രചാരണം ഇന്ന് അവസാനിക്കും. ജാർഖണ്ഡിൽ 38 മണ്ഡലങ്ങളിലാണ് രണ്ടാം ഘട്ടം വിധിയെഴുതുന്നത്. NDA മുന്നണിയുടെ മഹായുതിയും ഇന്ത്യ മുന്നണിയുടെ മഹാവികാസ് അഗാഡിയും മഹാരാഷ്ട്രയിൽ തികഞ്ഞ വിജയപ്രതീക്ഷയിലാണ്. 288 സീറ്റുകളുള്ള മഹാരാഷ്ട്ര നിയമസഭയിലേക്ക് ഒറ്റഘട്ടമായാണ് തെരഞ്ഞെടുപ്പ് നടക്കുക. വോട്ടെണ്ണൽ എല്ലായിടത്തും 23-നാണ്. ഇന്ന് ഒമാന്റെ 54-ാം ദേശീയദിനം. അൽ സമൌദ് ക്യാമ്പ് ഗ്രൌണ്ടിൽ നടക്കുന്ന സൈനിക പരേഡിൽ സുൽത്താൻ ഹൈതം ബിൻ താരിഖ് സല്യൂട്ട് സ്വീകരിക്കും. വിവിധ സൈനിക വിഭാഗങ്ങളുടെ പരേഡുകളും നടക്കും. ആധുനിക ഒമാന്റെ ശില്പിയും ഒമാൻ മുൻ ഭരണാധികാരിയുമായിരുന്ന സുൽത്താൻ ഖാബൂസ് ബിൻ സയ്യിദിന്റെ ജന്മദിനമാണ് ഒമാനിൽ ദേശീയദിനമായി ആഘോഷിക്കുന്നത്. ശ്രീലങ്കൻ പ്രധാനമന്ത്രിയായി ഡോക്ടർ ഹരിണി അമരസൂര്യ വീണ്ടും അധികാരമേറ്റു. കൊളംബോയിൽ നടന്ന ചടങ്ങിൽ പ്രസിഡന്റ് അനുരു കുമാര ദിസനായകെ സത്യവാചകം ചൊല്ലിക്കൊടുത്തു. പ്രസിഡന്റും പ്രധാനമന്ത്രിയുമടക്കം 22 പേർ അടങ്ങുന്ന മന്ത്രിസഭയാണ് ഇന്ന് ചുമതലയേറ്റെടുത്തത്. പ്രതിരോധ ധനകാര്യ വകുപ്പുകൾ പ്രസിഡന്റ് കൈവശം വയ്ക്കും. 225 അംഗ പാർലമെന്റിൽ 159 സീറ്റ് നേടിയാണ് ഇടതു സഖ്യമായ NPP അധികാരത്തിലെത്തിയത്. ഇതോടുകൂടി ഇന്നത്തെ ഡെയിലി ന്യൂസ് സായന വാർത്തകൾ സമാപിക്കുന്നു. ഡെയിലി ന്യൂസിനു വേണ്ടി വാർത്തകൾ വായിച്ചത് പ്രവീജ വിനീത്. DailyNewsLive.in വാർത്തകൾ വിരൽ തുമ്പിൽ.